ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കെംടെക്കിൻ്റെ ഒരു വേസ്റ്റേജ് വാട്ടർ ഫിൽറ്ററാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ വെള്ളം ശുദ്ധീകരിക്കാൻ വലിയ വില കൊടുത്ത് നമ്മൾ വാട്ടർ പ്യൂരിഫയേഴ്സ് വാങ്ങാറുണ്ട്. പക്ഷേ വെള്ളമൊന്നും അധികം പ്രശ്നങ്ങളില്ലാത്ത വീടുകളിൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ ചളിയും നിറവും അതുപോലെ തന്നെ മണവും ഒക്കെ മാറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടിൻ്റെ ഉപയോഗമില്ലാത്ത ഒരു വേസ്റ്റേജ് ഫിൽറ്ററാണ് കെംടെക്കിൻ്റെ ഈ ഫിൽറ്റർ. നമുക്കിതിൻ്റെ വിശദമായ അൺബോക്സിംഗിലേക്ക് പോകാം. വളരെ സിമ്പിൾ പാക്കിംഗ് ആണ് കെംടെക്ക്. നമുക്ക് ഈസി ആയിട്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ DVR സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ പാക്കിങ്. കാരണം പിന്നെ തിരിച്ചങ്ങോട്ട് അതിലോട്ട് റീപ്ലേസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ഫിൽട്ടർ പാർട്ട്. നമ്മുടെ ഈ 3 സ്റ്റേജ് യൂണിറ്റാണ്. അതിനുശേഷം നമുക്ക് 1 by 1 ആയിട്ട് പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ സ്പണ്ണ് വരുന്നത്. ഈ സ്പണ്ണാണ് ആദ്യമായിട്ട് നമ്മുടെ ഇൻലെറ്റിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ സ്പണ്ണാണ്. ഒരു എക്സ്ട്രാ സ്പണ്ണും കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രീ കാർബൺ യൂണിറ്റാണ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റാണ്. ഇതിൻ്റെ ഇൻലെറ്റ് പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പൈപ്സാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്കറിയാം 3 ഫിൽട്രേഷനാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻലെറ്റ് ഈ പോയിൻ്റാണ് മെയിൻ ഇൻലെറ്റ്. ഇതിലൂടെ വന്ന് ആദ്യം ഈ ഒരു യൂണിറ്റിലൂടെ കയറി ഇറങ്ങി അതിനുശേഷം രണ്ടാമത്തെ യൂണിറ്റ് ഒരു കാർബൺ ഫിൽട്രേഷൻ യൂണിറ്റാണ്. എഗെയിൻ തേർഡ് യൂണിറ്റ് ഈ പോസ്റ്റ് കാർബൺ യൂണിറ്റാണ്. ഇതിലൂടെ കയറി ഇറങ്ങിയാണ് ഇത് നമ്മുടെ പൈപ്പിൽ കിട്ടുന്നത്. പൈപ്പാണ് ലാസ്റ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ യൂണിറ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഇത് സ്പൺ ഫിൽറ്ററാണ്. സ്പൺ ഫിൽറ്റർ നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിലോട്ട് പോകുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത് ഒരു നിങ്ങൾക്ക് കാണാം GAC കാർട്രിഡ്ജ് ഫിൽറ്റർ, അതായത് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററാണ്. നമ്മുടെ ടേസ്റ്റ് അതുപോലെ തന്നെ സ്മെല്ല് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യുന്നത് ഈ യൂണിറ്റാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റേജിൽ ഈ കാർട്രിഡ്ജും കൂടെ വന്നതിന് ശേഷമാണ് മൂന്നാമത്തെ സ്റ്റേജായ പോസ്റ്റ് കാർബണിലോട്ട്. അത് റെഡിമെയ്ഡ് യൂണിറ്റ് പോലെയാണ് വരുന്നത്, കാർട്രിഡ്ജ് അല്ല. മൂന്നാമത്തെ യൂണിറ്റിലോട്ടും കൂടെ വരുമ്പോൾ നമ്മുടെ സ്മെല്ലും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി കണ്ടീഷനിങ് ആയി നമ്മുടെ ഔട്ട്ലെറ്റിലൂടെ നമുക്ക് വെള്ളം കിട്ടുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻലെറ്റ്. നമുക്ക് കാണാം, ഇതൊരു സ്റ്റീൽ യൂണിറ്റാണ് SS-ൻ്റെ. ഇത് നമ്മുടെ വാട്ടർ പൈപ്പിൻ്റെ ഇൻലെറ്റിൽ ഇത് കണക്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കിതിൽ വാൽവുണ്ട്. ഈ വാൽവ് വഴി നമുക്ക് ടെഫ്ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യണം ലീക്കില്ലാതിരിക്കാൻ. നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പൈപ്പ് വഴി നമുക്കിതിൽ നിന്നും ഇൻലെറ്റ് എടുക്കാം. അതിനുശേഷം ഈ പൈപ്പിൻ്റെ എൻഡ് വരുന്നത് ഔട്ട് വരുന്നത് മെയിൻ ഇൻലെറ്റിലോട്ടാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോ വരുന്നത്. ഇതിൽ നമുക്ക് പെർഫെക്റ്റ് വാട്ടർ നമുക്ക് എടുക്കാം. 3 മാസം കൂടുമ്പോൾ നമ്മുടെ ഈ സ്പൺ മാറ്റേണ്ട ആവശ്യമുണ്ട്. കമ്പനി ഇതിൽ ഒരു സ്പൺ എക്സ്ട്രാ തന്നിട്ടുണ്ട് 3 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്പണ്ണ് നമുക്ക് അഡീഷണലി എല്ലാ സ്റ്റോറുകളിലും മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇത് സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പൺ ചേഞ്ചിങ്ങിന് ഇത് നമുക്ക് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുത്ത് സ്പൺ ചേഞ്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ്. ജസ്റ്റ് ഒരു ബേസിക് ടൂൾ അവർ ഇതിന് കൊടുത്തു തന്നിട്ടുണ്ട്. ചുമരിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബാക്കിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രില്ലടിച്ച് പ്രോപ്പറായിട്ട് സ്ക്രൂ കാര്യങ്ങളൊക്കെ ചെയ്ത് ചുമരിൽ നല്ല വൃത്തിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ സൈഡ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.